അതുല്യയുടെ സഹോദരി അഖിലയും ഭർത്താവ് ഗോകുലും രാവിലെ ഇവിടെ വന്നിരുന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വന്നിരുന്നു. ഇവിടെ വന്ന് അപേക്ഷ, പോലീസിൽ കൊടുക്കേണ്ട അപേക്ഷ, അതോടൊപ്പം തന്നെ അതിന്റെ അറബിക് ട്രാൻസ്ലേഷൻ ഇതൊക്കെ തയ്യാറാക്കിയ ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ശേഷം ആ രേഖകൾ സഹിതമാണ് ഇനി കോൺസുലേറ്റിലേക്ക് പരാതിയും അപേക്ഷയും ഒക്കെ നൽകുക. പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത് ശക്തമായിട്ടുള്ള അന്വേഷണം അതുല്യയുടെ മരണത്തിൽ ഉണ്ടാകണം, ഭർത്താവിന്റെ പങ്ക് അന്വേഷിക്കണം, കൊലപാതകമാണോ എന്ന് അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ ഈ അപേക്ഷയിൽ സമർപ്പിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ അതെല്ലാം പരിശോധിക്കണം. ദൃശ്യങ്ങളുണ്ട്, ആ വോയിസ് ചാറ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് SMS-കളൊക്കെ ഉണ്ട്, വാട്സപ്പ് സന്ദേശങ്ങളുണ്ട്. ഇതൊക്കെ പരിശോധിക്കണം. അതിനുശേഷം കൃത്യമായിട്ടുള്ള നടപടി സതീഷിനെതിരെ വേണമെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇനി കോൺസുലേറ്റിൽ ഇവരെത്തി ഇതേ ആവശ്യം ഉന്നയിക്കുക. സതീഷിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ വേണമെന്നൊക്കെ ഇവർ ആവശ്യപ്പെടും. അതോടൊപ്പം സതീഷ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും സതീഷിനെ പിരിച്ചുവിട്ടതായി കമ്പനി അറിയിക്കുന്നുണ്ട്. മലയാളിയുടെ നേതൃത്വത്തിലുള്ള ദുബായിലെ അരോമ കൺസ്ട്രക്ഷൻസിൽ സൈറ്റ് എഞ്ചിനീയറായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. ആ ജോലിയിൽ നിന്നും സതീഷിനെ പിരിച്ചുവിട്ടതായി കമ്പനി അറിയിക്കുന്നു. പ്രധാനമായും ഈ വീഡിയോ എല്ലാം പരിശോധിച്ചു, ബന്ധുക്കളുടെ പരാതിയെല്ലാം എത്തി, അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പറയുന്നുണ്ട്. പിന്നീട് അതുല്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇനി അടുത്ത നടപടികളിലേക്ക് പോകുകയുള്ളൂ. മരണമാണോ, സാധാരണ ആത്മഹത്യയാണോ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൊലപാതകം അടക്കമുള്ള ആരോപണങ്ങളുണ്ട്. അതിലേതാണ് സത്യം എന്നൊക്കെ അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കണം. ഷാർജ ഇന്ത്യൻ അസോസിയേഷന് മുന്നിൽ നിന്നും സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി.